ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ കല്യാണത്തിന് എന്റെ ഇഷ്ടം അറിയണ്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. നിന്റെ ഇഷ്ടം ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ തീരുമാനമെടുത്തത്. എന്റെ ഇഷ്ടം ഇതാണെന്ന് അച്ഛൻ എങ്ങനെ അറിയാം? പച്ച മലയാളത്തിൽ പറഞ്ഞ ഞാൻ നിന്റെ തന്തയായതുകൊണ്ട്. നിന്റെ കൂട്ടുകാരന്റെ അമ്മായിയമ്മയില്ലേ, മറ്റേ പത്മാവതിയുടെ അമ്മ, അവളും പ്രതാപനും കൂടി അവളെ ആ ഡ്രൈവറുടെ മകൻ രാജുവിനെ കൊണ്ട് കെട്ടിക്കാൻ തീരുമാനിച്ചു. അവളുണ്ടല്ലോ ആ ഋതിക, അവള് സ്വർഗം കിട്ടിയ സന്തോഷത്തോടെ കല്യാണ മണ്ഡപത്തിലേക്ക് കേറാൻ തയ്യാറായി. എന്നാലേ ആ രാജു പറയുവാ അവന് ഋതികയെ വേണ്ടാന്ന്. എന്റെ ഈ സന്തോഷമൊക്കെ എനിക്ക് മറ്റാരോടെങ്കിലും പങ്കുവെക്കാൻ പറ്റുമോ? നിന്നോടല്ലാതെ. നിന്റെ ഈ കൊലച്ചിരി അവസാനിക്കുന്ന ഒരു ദിവസം വരുവടി. നീ ഞങ്ങളുടെ മുമ്പിൽ കരയുന്നതും യാചിക്കുന്നതും ഞാൻ കാണും. അത് വരട്ടെടാ. എടാ, അത് അന്നല്ലേ. ഇപ്പൊ നീ എന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കടാ. എടാ, എടാ മേഡം, ഇവൻ ഇനി കുടിക്കാനേ പച്ച വെള്ളം പോലും കൊടുക്കണ്ട. ഓക്കെ മേഡം. വർമ്മസാറ് കൂടി സമ്മതിച്ച സ്ഥിതിക്ക് സത്യത്തിൽ എല്ലാ കടമ്പകളും കടന്നു. ഇനി ഈ കല്യാണം ഭംഗിയായിട്ട് നടന്നാ മതി. ഇടങ്കോലിടാൻ ഇനി ആര് വന്നാലും പോകാൻ പറയും. ഈ കല്യാണം ഞാൻ നടത്തും. അച്ഛാ. ആ, എന്താടാ? എനിക്ക് അച്ഛനോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നമ്മൾ മാത്രം അറിയാനുള്ളതാണോ? അതെ. എന്നാ നീ ആ വാതിലങ്ങ് അടച്ചോ. എന്താടാ? അച്ഛാ, ഞാൻ അറിയാതെ എന്റെ കാര്യത്തില് ചില ആലോചനകൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. എന്റെ കല്യാണം തീരുമാനിച്ചുറപ്പിച്ചു എന്ന് കേട്ടു. എന്താടാ, നിനക്ക് കല്യാണം വേണ്ടേ? അതോ നീ സന്യാസിയായി നടന്ന് ഒടുവിൽ സമാധിയാകാനാണ് ഉദ്ദേശിക്കുന്നത്? മക്കള് പ്രായമായ മാതാപിതാക്കൾ അവരുടെ കല്യാണം കഴിപ്പിക്കാനുള്ള ആലോചനകൾ നടത്തും. ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തോന്ന് മാതാപിതാക്കളാടാ. അച്ഛാ, കല്യാണം കഴിക്കേണ്ടത് ഞാനല്ലേ? അപ്പൊ എന്റെ അനുവാദം ഇല്ലാതെ? ഒരു സുപ്രഭാതത്തില് ബോധോദയം ഉണ്ടായിട്ട് ഞാൻ നിന്റെ കല്യാണക്കാരി ആലോചിച്ചതൊന്നുമല്ല. വർഷങ്ങളായിട്ട് നീ വർമ്മസാറിന്റെ മകൾ ഋതിക മാഡത്തിന്റെ ബോഡി ഗാർഡായിട്ട് നടക്കണം. ഇതിനിടയ്ക്ക് നിങ്ങൾ കല്യാണം കഴിച്ച മട്ടിൽ ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. കുറെ നാളങ്ങനെ എന്നെ പറ്റിച്ചു. ആ, അത് പോട്ടെ. ഇപ്പൊ ഞാൻ ഈ കല്യാണം ആലോചിച്ചത് ഞാൻ നിന്റെ രക്ഷകർത്താവായതുകൊണ്ട്. അച്ഛാ,
എന്റെ കല്യാണത്തിന് എന്റെ ഇഷ്ടം അറിയണ്ടെന്നാ ഞാൻ ചോദിക്കുന്നത്. നിന്റെ ഇഷ്ടം ഇതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഈ തീരുമാനമെടുത്തത്. എന്റെ ഇഷ്ടം ഇതാണെന്ന് അച്ഛൻ എങ്ങനെ അറിയാം? പച്ച മലയാളത്തിൽ പറഞ്ഞ ഞാൻ നിന്റെ തന്തയായതുകൊണ്ട്. മക്കളെ ഒരുപാട് സൃഷ്ടിച്ച് കള്ളും കുടിച്ച് കഞ്ഞിക്കലവും തല്ലിപ്പൊട്ടിച്ച് ഭാര്യയെ തല്ലി മുറ്റത്ത് വീഴ്ത്തുന്ന ഒരു തന്തയായിരുന്നില്ലടാ ഞാൻ. സമ്പത്ത് കൊണ്ട് ദരിദ്രനാണെങ്കിലും സമാധാനം കൊണ്ട് ധനികനായ ഞാൻ നല്ല അന്തസ്സോടുകൂടി തന്നെയാ ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. പ്രത്യേകിച്ച് നിന്നെ. അതുകൊണ്ട് നിന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. എന്താടാ, അത് തെറ്റാണോ? അച്ഛാ, എനിക്ക് ഋതിക മേഡത്തെ കല്യാണം കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് എന്നോട് വ്യക്തമായിട്ട് പറ. ഞങ്ങളറിയാതെ നീ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ പറ, ഞാൻ ആ കല്യാണം നടത്തി തരാം. ഞാൻ അച്ഛനോട് കള്ളത്തരൊന്നും കാണിക്കാറില്ലല്ലോ. അത് നിന്നെക്കാളേറെ നന്നായിട്ട് എനിക്കറിയാം. അച്ഛാ, ഈ കല്യാണം നടക്കില്ല അച്ഛാ. ഈ കല്യാണം നടക്കണം. ഈ കല്യാണമേ നടക്കൂ. ഇത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. വർമ്മ സാറും സരസ്വതി മാഡവും കൂടി എടുത്ത തീരുമാന. അച്ഛാ, എന്റെ ഭാര്യയായിട്ട് മാഡത്തെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതെന്താ? ഋതിക മാഡം വല്ല അപൂർവ ജീവിയാണോ? വല്ല ജലകന്യകയോ മാറ്റോ? അവന്റെ ഓരോ ന്യായീകരണങ്ങള്. എടാ, നീ കല്യാണം കഴിച്ചില്ലെങ്കിൽ ആ കുട്ടിക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടാവോ? നിന്റെ കൂടെ പുറത്തെ പെണ്ണെന്നല്ലേ എല്ലാരും പറയൂ. സാറിന്റെ കോടിക്കണക്കിനുള്ള സ്വത്ത് കണ്ട ആരെങ്കിലും ഒരുത്തന ആ കുട്ടിയെ കെട്ടിയേക്കാം. സ്വത്തെല്ലാം കൈക്കലാക്കി അവൻ ആ കുട്ടിക്ക് സ്വസ്ഥത കൊടുക്കോ? നിന്റെ പേര് പറഞ്ഞ ആ കുട്ടിയെ നിരന്തരം പീഡിപ്പിക്കും. ഒടുവില് കുക്കർ പൊട്ടിത്തെറിച്ചോ ഗ്യാസ് തീ പിടിച്ചോ ആ ജീവിതം അവസാനിക്കും. ആ കുട്ടിയുടെ കൊലപാതകത്തിന് ഉത്തരവാദി നീയായിരിക്കും. സ്വസ്ഥമായ മനസ്സോടെ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന മറ്റൊരു മനുഷ്യനുണ്ട്, വർമ്മ സാറ്. അദ്ദേഹത്തിന്റെ മനസ്സുകൂടി നീ വേദനിപ്പിക്കും. ആ കുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. നീ അത് ചെയ്തില്ലെങ്കിൽ നിന്റെ ജാതക വിധിയെന്നേ എനിക്ക് പറയാനുള്ളൂ. മാറാ. ആ ശരി. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാം.